ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്കിനി കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മൺചട്ടിയിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10-15 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 പച്ചമുളക് കീറിയെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒന്നോ രണ്ടോ തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു കായ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയൊരു കായ, പച്ചക്കായ. ഇനി കാ വലുതാണെങ്കിൽ പകുതിയെ മതിയാവും. ഞാൻ എടുത്തേക്കുന്ന 3 അയല അതിനുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നഖക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കായെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഉണക്കമീനിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവേലേക്ക്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കയില, ഞാൻ 3 അയല എടുത്തേക്കുന്നത്. അപ്പോൾ അത് സാമാന്യം വലുത് തന്നെയോ, തീരെ ചെറുതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമീനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണക്കമീനൊന്ന് താത്ത് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേണം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാനിതാ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്കമീനും കായും എല്ലാം കൂടെ തിളച്ചിങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു 8-10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഞാനിതാ സാമാന്യം പുളിയുള്ള മാങ്ങ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല. ഇത് ആവശ്യത്തിനുള്ള പുളി കിട്ടും. അപ്പോൾ ഞാൻ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടോളൂ. ഇങ്ങനെ മാങ്ങ ഇട്ടോളൂ, മാങ്ങ ഒരുപാട് വെന്തുടഞ്ഞു പോകത്തില്ല. അപ്പോൾ നമുക്ക് മാങ്ങ ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ടും കിട്ടും. ആവശ്യത്തിനുള്ള വേവും ഉണ്ടാവും മാങ്ങയ്ക്ക് കേട്ടോ. അതുകൊണ്ട് ഈ സമയം ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ മാങ്ങയെല്ലാം ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. പുളിയൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. പുളിയോ ഉപ്പൊക്കെ പാകത്തിനായിട്ട്. ഉപ്പ് ചേർക്കാതിരിക്കുന്ന നല്ലത്. ഉണക്കമീൻ ഒരിക്കലും നിങ്ങൾ ഉപ്പ് ചേർക്കരുത്, നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്ത് ഞാൻ ആ ജാറും കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ ഇതിങ്ങനെ. നമ്മൾ ഈ ഉണക്കമീനും കായൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. വീട് നിറച്ച് നമുക്ക് ആ ഉണക്കമീൻ കറിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് കിട്ടും. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉണക്കമീനിൽ ഉപ്പുള്ളത് കൊണ്ട് ആദ്യം ഉപ്പ് ചേർക്കാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടി എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം, മൺചട്ടി ആയതുകൊണ്ട് ഇരിക്കുകയും തോറും കറി നല്ലപോലെ കുറുകും. അപ്പോൾ ഒന്ന് ചട്ടി ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. അടി പിടിക്കാതെ നോക്കുക. നമ്മൾ കായൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിനൊരു താളിപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ താളിപ്പാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റായിട്ടോ. ഈ താളിപ്പും കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നാടൻ കറിയല്ലേ, അപ്പോൾ നമുക്കിതിന് വേണ്ടത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് താഴെ ഒരു 1/4 ടീസ്പൂണോളം വരും കേട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉലുവ അതിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നമ്മുടെ ചുവന്നുള്ളി 3-4 എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് തരാതെ എൻ്റെ വീഡിയോ കാണുന്ന പലരും. അപ്പോൾ എന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് തരിക. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഒരുപാട് പ്രയോജനമുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി, കൊച്ചു സിമ്പിൾ ടേസ്റ്റി റെസിപ്പിക്കായിട്ട് നിങ്ങൾ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ താളിപ്പ് എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴായത് ഈ ഉള്ളി മൂപ്പിച്ച ആ എണ്ണയുടെയും എല്ലാം മണം ഈ കറിക്കകത്ത് നല്ലപോലെ പിടിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി ഈ കറി കുറുകും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇറക്കാൻ. മൺചട്ടിയിലായതുകൊണ്ട് ഇരിക്കും തോറും ചൂട് ഒരുപാട് സമയമെടുക്കും തണുത്ത് കിട്ടാൻ. അങ്ങനെ നമ്മൾ രുചികരമായിട്ടുള്ള നമ്മുടെ ഉണക്ക ഇല കൊണ്ടുള്ള മാങ്ങയൊക്കെ ഇട്ട് വെച്ച നല്ല നാടൻ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.